2034 ഫുട്ബോൾ വേൾഡ് കപ്പിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. സൗദി എന്തിനാണ് ലോകകപ്പിനുള്ള ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം നേടിയെടുത്തതെന്നറിയാമോ? ലോകത്തിനു മുമ്പിൽ സൗദി അറേബ്യയുടെ അഡ്രസ്സ് കഴിഞ്ഞ കാലം വരെ ഇസ്ലാമിക മതരാഷ്ട്രം എന്നായിരുന്നു. എന്നാൽ ഈ ടാഗ് ലൈനിൽ നിന്ന് ഒരു മാറ്റം വരുത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് സൗദി അറേബ്യ. സ്പോർട്സിനെയും എന്റർടൈൻമെന്റിനെയും ഒക്കെ ഉപയോഗിച്ച് ഒരു ഗ്ലോബൽ പവറായി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ 2034 വേൾഡ് കപ്പിന്റെ ആതിഥേയത്വം സ്വന്തമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ട് പല മതനിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുകയാണ് അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ. ഇന്ന് സൗദിയുടെ പേര് ദൈനംദിനം എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, ബെൻസിമ ഇവരൊക്കെ സൗദി ക്ലബിൽ കളിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായ ന്യൂകാസിൽ യുണൈറ്റഡ് സൗദിയുടെ ഉടമസ്ഥതയിലേക്ക് മാറുന്നു. 2025 IPL ലേലം സൗദിയിൽ വെച്ചാണ് നടന്നത്. അങ്ങനെ കുറെ ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന പരിപാടികൾ സൗദിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1970 മുതൽ എണ്ണ കയറ്റുമതി വഴി സമ്പന്നത നേടിയ രാജ്യമാണ് സൗദി. പക്ഷെ മാറുന്ന കാലഘട്ടത്തിൽ എണ്ണയുടെ വിൽപ്പന വഴി മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് സൗദിയെ വിഷൻ 2030 എന്ന മെഗാ പ്രൊജക്റ്റിലൂടെ മാറ്റിയെടുക്കാൻ സൽമാൻ രാജാവ് ശ്രമിക്കുന്നത്. ആ മാറ്റത്തിന് ആക്കം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് 2034 വേൾഡ് കപ്പിനുള്ള ആതിഥേയത്വം സൗദി ഏറ്റെടുത്തത്.